അടിപൊളി കഥയാണ് കേട്ടോ. അപ്പോൾ കഥ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പം നമുക്ക് കഥയിലേക്ക് പോകാമല്ലേ. ഞാൻ മഹേഷ് കൃഷ്ണൻ എന്നാണ് എൻ്റെ ഫുൾ നെയിം. കൃഷ്ണൻ അച്ഛനാണെങ്കിലും ആ പേരിലെ സ്വഭാവം മൊത്തം എനിക്കാണ് കിട്ടിയിട്ടുള്ളതെന്നാണ് കൂട്ടുകാരൊക്കെ പറയാറ്. അതുകൊണ്ട് തന്നെ +2 തട്ടിയും മുട്ടിയും അങ്ങ് പാസ്സായി. അടുത്തത് എന്തെന്ന ചോദ്യത്തിന് മറുപടിയായി വീട്ടിൽ നിന്നും കർശനമായ ഒരു ഓർഡർ അച്ഛൻ്റെ ഭാഗത്തു നിന്നും വന്നു. അവസാനമായി നിനക്ക് വേണ്ടി പൈസ ചെലവാക്കും, ഇനി പഠിക്കേണ്ടത് നിന്റെ കടമയാണെന്ന്. അങ്ങനെ ഊരുവിട്ട് എൻജിനീയറിങ്ങിന് തമിഴ്നാട്ടിലൊരു പൊട്ട കോളേജിൽ കൊണ്ടാക്കി എൻ്റെ വീട്ടുകാരെന്നെ. ഇതാദ്യമായാണ് വീട് മാറി നിൽക്കുന്നത്. ഹോസ്റ്റലിലാണെങ്കിൽ എല്ലാവർക്കും ഒരു പഠിപ്പി ലുക്കാണ്. അങ്ങനെ മടുപ്പോടെ തുടങ്ങിയ കോളേജ് ലൈഫ്. ക്ലാസ് തുടങ്ങി 2ൻ്റെ അന്ന് തന്നെ അവരവരുടെ പേരിൻ്റെ അടിസ്ഥാനത്തിൽ ഇരിപ്പിടങ്ങൾ റെഡിയാക്കുകയാണ് HOD. ഞാൻ മനസ്സിലാലോചിച്ചു, ദൈവമേ, ഇതെന്ത് ഊള കോളേജാണ്, വന്ന് പെട്ടുപോയല്ലോ എന്ന്. അന്നാണ് ഞാൻ ആദ്യമായി മനുമോഹനെ കാണുന്നത്. എൻ്റെ അടുത്തായി അവൻ വന്നിരുന്നു. ഞാനൊന്ന് ചിരിച്ചു. ഹായ്, എന്താ പേര്? ഞാൻ ചോദിച്ചു. മനുമോഹൻ, അവൻ പറഞ്ഞു. ആ, ഞാൻ മഹേഷ് കൃഷ്ണൻ. ഞാനും പറഞ്ഞു. വെറുതെ ഒരു ചിരി കളഞ്ഞു. ഈ ജാടത്തെൻ്റെ കൂടെയാണോ ഇനി ഇരിക്കേണ്ടതെന്ന് ആലോചിച്ച് പൊളിഞ്ഞിരിക്കുമ്പോഴാണ് ക്ലാസ് തുടങ്ങുന്നത്. എൻജിനീയറിംഗ് കെമിസ്ട്രി. ആ ബോർഡിൽ ആ ഹെഡിങ് തെളിഞ്ഞതും മനസ്സിലപ്പോൾ ഉറങ്ങാനുള്ള ടൈമായെന്ന് ഒരു തോന്നൽ തോന്നി. ഉന്തിത്തള്ളി ആ പീരീഡ് കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ ഒന്ന് നോക്കി. അവൻ എന്നെയും. ഞാനൊന്ന് ചിരിച്ചു. അവൻ അതേ വേവ് ലെങ്ത്തിൽ തിരിച്ചു. മനു ബ്രോ, എന്തെങ്കിലും മനസ്സിലായോ? ഞാൻ ചോദിച്ചു. ആ പിന്നെ, ഇത് കെമിസ്ട്രി അല്ലേ? ഓഫ് ഉണ്ടാ, അതെല്ലാവർക്കും അറിയാടാ. എടാ, ഈ പഠിപ്പിച്ചത് വല്ലതും നിന്റെ തലയിൽ കയറി വന്നാ ചോദിച്ചേ. അന്നേരം അവനൊരു ചിരി പാസാക്കി. ഞാനും ചിരിച്ചു പോയി. പിന്നെ എന്തിനാടാ ഇയാൾ ആദ്യം ഷോ ഇറക്കിയേ? ഞാൻ ചോദിച്ചു. അത് ചുമ്മാ തുടക്കമല്ലേ, പഠിക്കാമെന്ന് കരുതി എന്നവൻ മറുപടി പറഞ്ഞു. മിസ്റ്റർ മനു മോഹൻ, കൊടുക്കൈ. അങ്ങനെ ഞങ്ങൾ നല്ല കിടു ബോണ്ടായി. ആ മനുമോഹൻ, അവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകൻ. അച്ഛൻ മോഹൻ ഗൾഫിലാണ്, അമ്മ ലേഖ ഹൗസ് വൈഫ്. മനു കാണാൻ എൻ്റെ അത്രയൊന്നും പൊക്കവും തടിയുമില്ല. കണ്ടാൽ ഏതോ ആഹാരമില്ലാത്ത വീട്ടിലാണെന്നേ തോന്നും. പക്ഷെ ആള് നല്ല ഫുഡടിയാ. കഴിക്കുന്നതെന്നും ശരീരത്തിൽ പിടിക്കാത്തതെന്ന് പിന്നെയാ മനസ്സിലായേ. അവൻ്റെ വീട് കേരള തമിഴ്നാട് ബോർഡറിലാണ്. അതുകൊണ്ട് തന്നെ അളിയൻ ഡെയിലി വീട്ടിൽ പോയി വരും. കോളേജിൽ ആ ഒരൊറ്റ കാര്യത്തിലായിരുന്നു എനിക്ക് അവനോട് അസൂയ. ആദ്യത്തെ 2 സെമസ്റ്റർ കഴിഞ്ഞു പോയ വഴിയേ അറിഞ്ഞില്ല. അപ്പോഴേക്കും ഞാനും അവനും കട്ട ചാൻസായി. പൈസ കൊടുത്ത് പഠിക്കുന്നത് കൊണ്ടാണോ അതോ രക്ഷപ്പെടണമെന്ന ചിന്ത കൊണ്ടാണോ എന്നറിയില്ല. എക്സാമിൻ്റെ തലേന്ന് എന്തൊക്കെയോ പഠിച്ചിട്ട് എക്സാമൊക്കെ എഴുതി. റിസൾട്ട് വന്നപ്പോൾ 12 പേപ്പറിൽ എനിക്കൊരു സപ്ലി വീണു. അവന് 3 എണ്ണം. 2 പേരുടെയും വീടുകളിൽ പ്രശ്നമായി. അതിനിടയ്ക്കാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ച സംഭവം ഉണ്ടാവുന്നത്. അച്ഛന് സ്റ്റോക്ക് വന്ന് ഒരു സൈഡ് തളർന്നു പോയി. ലീവായിരുന്നത് കൊണ്ടും ഞാൻ വീട്ടിൽ ഉണ്ടായത് കൊണ്ടും കൃത്യ ടൈമിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ജീവന് വലിയ ആപത്തില്ലാതെ തിരികെ കെട്ടുകയും ചെയ്തു. പൈസ ഒരുപാട് ചെലവാക്കി. അമ്മയുടെ സ്വർണമൊക്കെ വിറ്റു. വലിയ മെച്ചമില്ലെന്നായപ്പോൾ വീട്ടിൽ തിരികെ കൊണ്ടാക്കി. ചിലപ്പോഴുള്ള അമ്മയുടെ വിഷമം കാണുമ്പോൾ അച്ഛൻ്റെ വയ്യായികയെക്കാളും അതിൻ്റെ പഠിത്തത്തെ ഇനി എങ്ങനെയായിരിക്കുമെന്നാണ് ഞാൻ ഓർത്തത്. പുറത്തിറങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നപ്പോഴാണ് മനുവിൻ്റെ കോള് വരുന്നത്. ഡാ, അച്ഛൻ എങ്ങനെയുണ്ട്? അവൻ ചോദിച്ചു. എന്ത് പറയാനാടാ, അതിനി ഇങ്ങനെ തന്നെ കിടക്കുമെന്നാ തോന്നുന്നേ. ഞാനുള്ളിൽ കരഞ്ഞു തുടങ്ങി. എൻ്റെ ഒച്ച മാറിയപ്പോൾ അവൻ പറഞ്ഞു. വിഷമിക്കാതെ ഡാളിയ, എല്ലാം ശരിയാകുമെന്ന്. ഡാ മനു, ഞാൻ പഠിത്തം നിർത്താൻ പോവാടാ. പറ്റില്ല, ഈ അവസ്ഥയിൽ കോളേജ് ഫീ പിന്നെ ഹോസ്റ്റൽ ഫീ ഫുഡൊന്നും കൂട്ടിയാൽ കൂടില്ലടാ. ഞാൻ പറഞ്ഞു. ഡാ, നീ അപ്സെറ്റ് ആകാതെ. നീ ഒരു സ്റ്റഡി ലോൺ എടുക്ക്. കോളേജ് ഫീ അതിലങ്ങ് പോയിക്കോളും. പിന്നെയുള്ളത് ഹോസ്റ്റൽ ഫീ പിന്നെ ഫുഡ്. ആ, ഞാൻ നോക്കട്ടെ, നീ ഫോൺ വെച്ചേ, ഞാൻ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞ് അവൻ ഫോൺ കട്ടാക്കി. ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു തുടങ്ങി, അവനെന്ത് നോക്കാനാ,
ഒരു സാധാരണക്കാരന് ഒരു അസുഖം വന്നാൽ എല്ലാം കഴിഞ്ഞു. അവൻ്റെ കുട്ടികൾ, ഭാര്യ, എല്ലാവരുടെയും കാര്യം പിന്നെ കണക്കാ. റൂമിൽ പോയി കണ്ണാടിയിൽ നോക്കിയപ്പോൾ കണ്ണൊക്കെ വിങ്ങി ചുവന്നിരിക്കുന്നുണ്ട്. ശരീരമൊക്കെ ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോഴും ശരീരത്തിൻ്റെ ഒരു മതിപ്പിന് കോട്ടമൊന്നും തട്ടിയിട്ടില്ല. ഒന്ന് കിടന്ന് മയങ്ങിപ്പോയി ഞാൻ. വീണ്ടും ഫോണിൽ ബെല്ല് വരുന്നു. നോക്കിയപ്പോൾ മനുവാണ്. ഹലോ, ഡാ മഹി, നീ എങ്ങനെയെങ്കിലും ഒരു സ്റ്റഡി ലോൺ എടുക്ക്. ഹോസ്റ്റൽ തൽക്കാലം എൻ്റെ വീട്ടിൽ നിൽക്കാം, അവൻ പറഞ്ഞു. നീ ഒന്ന് പോയേടാ, തമാശ പറയാൻ പറ്റിയ ടൈമാണല്ലോ ഇത്, ഞാൻ പറഞ്ഞു. എടാ, ഞാൻ എന്തിനാടാ ഈ അവസ്ഥയിൽ തമാശ പറയുന്നേ? ഞാൻ ഉള്ള കാര്യമാടാ പറയുന്നേ. ഞാൻ വീട്ടിലൊക്കെ സംസാരിച്ചു, അവർക്കൊക്കെ ഓക്കെ ആടാ. ആർക്കൊക്കെ? ഞാൻ ചോദിച്ചു. എടാ, അമ്മയോട് കാര്യം പറഞ്ഞു. അമ്മ കുറിച്ച് ആലോചിച്ചു. എന്നിട്ട് ചോദിച്ചു, രണ്ടാളും പഠിക്കോ അതോ ഉഴപ്പോ എന്ന്. ഞാൻ അമ്മയോട് പറഞ്ഞു, നീയുള്ളത് കൊണ്ടാ ഇത്രയും പേപ്പറെങ്കിലും ഞാൻ പാസ്സായെന്ന്. അവൻ എവിടെ ഉണ്ടെങ്കിൽ ഒരുമിച്ചിരുന്ന് പഠിച്ച് എല്ലാം പാസ്സാവുമെന്നും. അപ്പോൾ അമ്മ ഓക്കെ പറഞ്ഞു. പിന്നെ കഴിഞ്ഞ തവണ പ്രോഗ്രസ് മീറ്റിങ്ങിന് വന്നപ്പോൾ നിന്നെ പരിചയപ്പെട്ടില്ലായിരുന്നു. അന്ന് വീട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞു, മുൻപത്തെ കൂട്ടുകാരെ പോലെയല്ല, അവനെ കണ്ടാലേ ഒരു ഓമനത്വവും നല്ല വീട്ടിലുള്ളതാണെന്നും പറയുമെന്ന്. അവൻ തുടർന്നു. എടാ, പിന്നെ അമ്മ അച്ഛനോട് പറഞ്ഞു. അമ്മ ഓക്കെ ആണെങ്കിൽ പിന്നെ അച്ഛനെ അമ്മ പറഞ്ഞ് മനസ്സിലാക്കും എന്നെനിക്ക് നേരത്തെ അറിയാമായിരുന്നു. എങ്കിലും എടാ, എന്താടേ, നീ തന്നെ പറ. ആ ഹോസ്റ്റലിൽ നിന്നാൽ പഠിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ നീ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് ഉച്ചയ്ക്ക് ക്ലാസ്സിൽ നിന്നും ആർത്തിയോടെ കഴിച്ചിട്ടില്ലേ? ആ, അത് പോട്ടെ, ക്യാൻറ്റീനിലെ ഫുഡ് നിനക്ക് മതിയായില്ലേ? എടാ, നീ പോരടാ, വേറൊന്നും പറയണ്ട. അതും പറഞ്ഞ് അവൻ ഫോൺ കട്ടാക്കി. അന്ന് രാത്രി ഞാൻ ഫുൾ ആലോചിച്ചു, പോണോ വേണ്ടയോ എന്ന്. ദൈവമായി കാണിച്ചു തന്ന ഒരു വഴിയാകാം, അങ്ങനെ പോകാമെന്ന് ഞാൻ തീരുമാനിച്ചു. പഠിച്ചാലേ രക്ഷയുള്ളൂ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിൽ പിറ്റേ ദിവസം കാര്യം അവതരിപ്പിച്ചു. ആദ്യം വേണ്ട എന്നും ആരുടെയെങ്കിലും വീട്ടിൽ പോയി ഒന്നുമില്ലാത്തതിനെ പോലെ താമസിക്കാനാണോ നിന്നെ ഇതുവരെ വളർത്തിയതെന്നും മുഖത്തടിച്ച പോലെ അമ്മ പറഞ്ഞു. എന്നാ ശരി, ഞാൻ പഠിത്തം നിർത്തിയേക്കാം, ഞാൻ അമ്മയോട് പറഞ്ഞു. അയ്യോ, അങ്ങനെയല്ല, അമ്മ പറഞ്ഞു. പിന്നെ എങ്ങനെയാ? പഠിച്ചാലേ നല്ലൊരു ജോലി കിട്ടൂ. പിന്നെ അവനെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവർ നല്ല ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വഴി എനിക്കായി തന്നത്. ഞാൻ പോകും. എല്ലാം കേട്ട് അച്ഛൻ കരയുകയായിരുന്നു. നിങ്ങൾ വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. ഞാൻ പഠിച്ച് വലിയൊരാളാകും, ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞു. ലോണിലുള്ള നൂലാമലകളൊക്കെ കഴിഞ്ഞ് അടുത്ത സെം തുടങ്ങാറായപ്പോൾ ഞാൻ വീട് വിട്ടിറങ്ങി. ഒരിക്കലും ഇത്രയും വിഷമത്തോടെ ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടില്ല. മനസ്സിൽ പഠിക്കണമെന്നൊരു ചിന്ത മാത്രം. വൈകിട്ടായപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അവൻ കൂട്ടിക്കൊണ്ടുപോകാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓട്ടോയിൽ അവൻ്റെ വീട്ടിലെത്തി. അത്യാവശ്യം നല്ലൊരു വീട്, മുറ്റത്ത് ഒരു ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ബൈക്ക് ഇരിക്കുന്നുണ്ട്. ഞാൻ അവനോട് ചോദിച്ചു, ഇതുണ്ടായിട്ടാണോടാ നീ ഓട്ടോയിൽ വന്നേ? അവനൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വണ്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അതോടിക്കാൻ ലൈസൻസ് വേണ്ടേ? എടാ, പെട്ടെന്ന് എടുക്ക്, ഇപ്പോൾ എൻ്റെ കാര്യം കണ്ടില്ലേ? ഞാൻ അന്നേരം അവിടെ ഉണ്ടായതുകൊണ്ട് അച്ഛൻ്റെ ജീവനെങ്കിലും കിട്ടി. അതും പറഞ്ഞ് എൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങി. പെട്ടെന്ന് ഡോർ തുറക്കുന്ന ഒച്ച കേട്ട് ഞാനൊന്ന് തിരിഞ്ഞു നോക്കി. മനുവിൻ്റെ അമ്മ ലേഖാൻ്റെ ആയിരുന്നു അത്. വാ മോനെ, എന്താ പുറത്ത് തന്നെ നിൽക്കുന്നേ? ഡാ മനു, അവൻ്റെ ബാഗ് വാങ്ങി അകത്തേക്ക് കൊണ്ട് വെക്കടാ. എന്നിട്ട് അകത്തേക്ക് കൈ കാണിച്ച് ചെല്ലാൻ പറഞ്ഞു. ഞാൻ കണ്ണുകൾ തുടച്ച് അകത്തേക്ക് കയറി. അയ്യോ, കരയുവാണോ മോൻ? ആൻറ്റി എന്നോട് ചോദിച്ചു. അത് പിന്നെ നിങ്ങളുടെയൊക്കെ സ്നേഹം കാണുമ്പോൾ പറഞ്ഞു കഴിയും മുന്നേ ഉരുളക്കുപ്പേര് കണക്കെ മനുവിൻ്റെ വക ഒരു തമാശ. എന്ത് സ്നേഹം? നിന്നോട് ആർക്കും ഒരു സ്നേഹവും ഇല്ല. നീയുണ്ടെങ്കിൽ എൻ്റെ പഠിത്തം നടക്കും, അതുകൊണ്ട് സമ്മതിച്ചതാ, അല്ലാണ്ട് എന്ത് സ്നേഹം? ഞാൻ ഒന്നുകൂടി കണ്ണീർ വാർത്തു. എനിക്കറിയാം അവൻ തമാശ പറഞ്ഞതാണെന്ന്. എടാ മനു, സമയവും സന്ദർഭവും നോക്കി സംസാരിക്ക്. നിന്റെ നാക്കിന് എല്ലില്ലല്ലോ, അല്ലെങ്കിലും മോനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നേ? ആൻറ്റി പറഞ്ഞു. അയ്യോ, എനിക്കറിയാം ആൻറ്റി, അവൻ തമാശ പറയാണെന്ന്. ഓ, ഇപ്പോഴാ ഒരാശ്വാസമായി.
ഞാൻ കരുതി ഇവനെ പോലെയാകും ഫ്രണ്ട്സുമെന്ന്. ആട്ടെ, പിന്നെ എന്താ ഇങ്ങനെ കരയുന്നേ? ആൻറ്റി വീണ്ടും ചോദിച്ചു. അത് നിങ്ങളുടെ സ്നേഹം കണ്ടപ്പോൾ കരഞ്ഞു പോയതാ. ഞാൻ പറഞ്ഞു. അതൊക്കെ പോട്ടെ മോനെ, ഞങ്ങൾക്കറിയാം. നീ വിഷമിക്കേണ്ട. നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? നിങ്ങൾ ഇരിക്ക്, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആൻറ്റി അകത്തേക്ക് പോയി. ആ അടുക്കള അവിടെ ആകുമെന്ന് കരുതി ഞാൻ ഇങ്ങനെ ചുറ്റും നോക്കിക്കൊണ്ടിരുന്നു. എടാ, എങ്ങനെയുണ്ട് വീട്? മനു എന്നോട് ചോദിച്ചു. കൊള്ളാടാ, ഞാൻ പറഞ്ഞു. ഓഹോ, ആദ്യം വല്ലതും കഴിക്കാനുണ്ടെന്ന് നോക്കട്ടെ. അവനും അകത്തേക്ക് പോയി. ഞാൻ ഹോളെല്ലാം ഒന്ന് നോക്കി. നല്ല വൃത്തിക്ക് ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ചുമരിലെ ഫ്രെയിം ചെയ്ത ചിത്രത്തിലേക്ക് എൻ്റെ കണ്ണുടക്കിയത്. ഒരു കുടുംബ ചിത്രം. മനു, ലേഖ ആൻറ്റി, പിന്നെ അവൻ്റെ അച്ഛൻ മോഹൻ. വെറുതെ അല്ല ഇവൻ കഴിക്കുന്നതൊന്നും ശരീരത്തിന് പിടിക്കാത്തത്. അച്ഛൻ്റെ മുറിച്ച മുറിയാണ്. ആ കണ്ണടയും അതേ വണ്ണവും പൊക്കവും, ഒരു ശോഷിച്ച ലുക്ക്. അപ്പോഴേക്കും അടുക്കളയിൽ നിന്നും ചായയുമായി ആൻറ്റി വന്നു. പിന്നാലെ മനുവും. ആ മോനവിടെ എന്തെടുക്ക? ആ ഫാമിലി ഫോട്ടോ നോക്കി നിൽക്കുവാണോ? ആൻറ്റി എന്നോട് ചോദിച്ചു. ആ ആൻറ്റി, ഞാൻ മനുവിൻ്റെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ, അങ്ങനെ നോക്കിയതാ. അച്ഛനും കണ്ണാട ഉണ്ടല്ലേ? ഞാൻ ചോദിച്ചു. ആ ആട മഹി, അച്ഛൻ്റെ വക എനിക്കും അത് കിട്ടി. ഇനി എന്നാണെന്നാവോ ആ കഷണ്ടി കിട്ടുന്നേ. അവൻ്റെ ഒരു മതിപ്പില്ലാണ്ട് അവൻ്റെ അച്ഛനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ആ മതി മതി, ഇനി പൊക്കം പോരാ, വണ്ണയില്ല, മുടി അങ്ങനെയാകും, കണ്ണടയില്ലെങ്കിൽ കാഴ്ച ഒട്ടുമില്ല എന്നൊക്കെ പറഞ്ഞ് വിദേശത്തുള്ള അച്ഛനെ മെക്കിട്ട് കയറിക്കോ ആൻറ്റി അവനോടായി പറഞ്ഞു. ഇത് കേട്ടതും മനു എന്നോട്, ഒന്നുമില്ലെങ്കിലും അമ്മയുടെ നിറമെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇത് അതുമില്ല. ശരിയാ, ലേഖാൻ്റെ വെളുത്തിട്ട. മനുവിൻ്റെ അച്ഛനെ പോലെ ഇരുനിറം. ആൻറ്റിയുടെ മകനാണെന്ന് പറയുകയില്ല. ആ ചായ കുടിക്ക്, എന്നിട്ട് ഫ്രഷായി വാ, ഞാൻ കഴിക്കാൻ റെഡിയാക്കാം ആൻറ്റി പറഞ്ഞു. വാടാ, മുകളിലാ റൂം, നിനക്കായി ഒരു റൂം തന്നെ റെഡിയാക്കിയിട്ടുണ്ട് മനു പറഞ്ഞു. അയ്യോ, അതൊന്നും വേണ്ടായിരുന്നു, ഞാൻ എവിടെയെങ്കിലും കിടന്നോളാം, അല്ലെങ്കിൽ മനുവിൻ്റെ കൂടെ പറഞ്ഞു തീരും മുമ്പേ ആൻറ്റി പറഞ്ഞു. മോനെ, നീ വെറുതെ ഒന്നും ആലോചിച്ച് തല പൊണ്ണാക്കണ്ട. ആ റൂം കാലിയാണ്. പിന്നെ അവൻ്റെ റൂം ചെറുതാ, ഒരു സിംഗിൾ ബെഡ് മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ അതവൻ്റെ കോട്ടയാണെന്നാ പറയുന്നേ. വൃത്തിയുമില്ല, വെടുപ്പുമില്ല. പിന്നെ ആളിങ്ങനെയാണെങ്കിലും നല്ല കൂർക്കം വലിയ. അച്ഛനെ തോൽപ്പിക്കും ആ കാര്യത്തിൽ. പറഞ്ഞു കഴിയും മുന്നേ ഉരുളെ കുപ്പേരി പോലെ മനു വീണ്ടും. കുറച്ചു മുമ്പ് എന്താ പറഞ്ഞേ? അച്ഛൻ്റെ മെക്കിട്ട് കയറണ്ടെന്ന് അല്ലേ? ആ അമ്മ പോയി ഫുഡ് റെഡിയാക്കി. എൻ്റെ മുറി എൻ്റെ സ്വർഗം, അതിലാരും ഇടപെടണ്ട, കേട്ടല്ലോ? ആൻറ്റി ഒരു ചെറു ചിരിയോടെ അടുക്കളയിലേക്ക് വീണ്ടും പോയി. ഞങ്ങൾ സ്റ്റെപ്പ് കയറി മുകളിലെത്തി. സ്റ്റെപ്പ് കയറുമ്പോൾ അതിനടിയിലായി എന്നോണം ഒരു കോമൺ ബാത്റൂം ഞാൻ ശ്രദ്ധിച്ചു. മുകളിൽ പോയി റൂമിൽ കയറി. ഒരു കുഞ്ഞു മുറി, ഒരു സിംഗിൾ ബെഡ്, ഒരു വാർഡ്രോബ്, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളുമുണ്ട്. എങ്ങനെയുണ്ട്? മനു ചോദിച്ചു. കൊള്ളാം, ഒരു ചിരിയോടെ ഞാൻ പറഞ്ഞു. വാ, ഇനി എൻ്റെ സ്വർഗം കാണിച്ചു തരാം. അവൻ എന്നെ കൂട്ടി അവൻ്റെ മുറിയിൽ പോയി. റൂം കണ്ട് ഞാൻ തന്നെ പറഞ്ഞു, ആഹാ എന്ത് നല്ല സ്വർഗം. എടാ കോപ്പേ, വിയർപ്പ് നാറുന്നുണ്ടല്ലോ, ഇടയ്ക്കൊന്ന് വൃത്തിയാക്കടാ ഞാൻ പറഞ്ഞു. ബ്രോ ചിൽ, ദിസ് ഈസ് നോട്ട് നാറ്റം, ദിസ് ഈസ് വാസന അവൻ പറഞ്ഞു. എടാ മൈ, എന്നെ കൊണ്ട് വന്ന പാടെ നീ വിളിപ്പിക്കേണ്ട. ഇവിടെ എങ്ങാനുമാണ് എനിക്ക് സ്പേസ് തന്നിരുന്നെങ്കിൽ ഞാനായിട്ട് ഇറങ്ങി പോയാനേ ഞാൻ പറഞ്ഞു. അവൻ ഒരു നാണവുമില്ലാണ്ട് കണ്ണാടിയിലൂടെ എന്നെ നോക്കി ചിരിച്ചു. ഡാ, പിന്നെ നിന്റെ റൂമിൽ ബാത്റൂം ഇല്ല, നീ എൻ്റെ യൂസ് ചെയ്തോ. എൻ്റെ പൊന്നോ, നിന്റെ മുറി ഇങ്ങനെയാണെങ്കിൽ ബാത്റൂം സ്വർഗത്തിനേക്കാൾ അടിപൊളിയായിരിക്കും. റിസ്ക് എടുക്കാൻ ഞാനില്ല മോനെ ഞാൻ പറഞ്ഞു. ആ എന്നാ നീ ആ സ്റ്റെപ്പിനടിയിലുള്ള കോമൺ യൂസ് ചെയ്തോ. വലിയ സ്ഥലമൊന്നും പ്രതീക്ഷിക്കണ്ട, എന്നാലും അമ്മയൊന്നും ക്ലീൻ ചെയ്തിരുന്നതാ അവൻ പറഞ്ഞു. ആ ഓക്കെ. അപ്പോഴേക്കും താഴെ ഹോളിൽ നിന്നും ലേഖാൻ്റെ വിളിയെത്തി. പിള്ളേരെ വായോ, ഫുഡ് റെഡിയാണ്. അവൻ താഴെ പോയി. ഞാനൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടി ഇനി താഴെ പോകണമല്ലോ എന്ന് വിചാരിച്ച് മടിച്ചുകൊണ്ട് തോർത്തുമുണ്ടുമായി താഴേക്ക് പോയി. മോനെ, നീ ഫ്രഷ് ആയില്ലേ ഇതുവരെ?
ആൻറ്റി എന്നോട് ചോദിച്ചു. ഇല്ല ആൻറ്റി, അവൻ്റെ മുറി കണ്ടപ്പോഴേ അവിടെ പോകണ്ടെന്ന് വെച്ചു. ഈ കോമൺ ബാത്റൂം ഞാൻ യൂസ് ചെയ്തോട്ടെ. ഇതൊക്കെ ചോദിക്കാനുണ്ടോടാ, നീ സ്വന്തം വീട് പോലെ കണ്ടോ? ആൻറ്റി പറഞ്ഞു. ഓക്കെ ആൻറ്റി. അങ്ങനെ അകത്ത് കയറി ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി കഴിക്കാനായിരുന്നു. കിച്ചണിനോടടുത്തായി ഓപ്പൺ സ്പേസിലാണ് ഡൈനിങ് ഉള്ളത്. ഒരു മേശ പോലെ സ്ലാബുണ്ട്. കിച്ചണും ഹോളും വേർതിരിക്കുന്നത്. അകത്തു നിന്നും ഫുഡ് അവിടെ വെക്കാം, അതേസമയം ഇപ്പുറം ഇരുന്ന് ഫുഡ് കഴിക്കാം. ആഹാ കൊള്ളാലോ എന്ന് മനസ്സിൽ വിചാരിച്ച് വിഭവങ്ങൾ നോക്കി. ചപ്പാത്തിയും ചിക്കൻ കറിയും. മനു പാത്രത്തിൻ്റെ മൂടി തുറന്ന് കൊതിയോടെ വാസന നോക്കുന്നുണ്ട്. ഓഹോ, ഗസ്റ്റ് ഉണ്ടെങ്കിൽ സ്പെഷ്യലൊക്കെ ഉണ്ട് അല്ലേ? മനു പറഞ്ഞു. അയ്യോ ആൻറ്റി, എനിക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും വെക്കണ്ട, എന്തെങ്കിലും മതി എനിക്ക്, ഞാൻ പറഞ്ഞു. മനു വെറുതെ പറയുന്നതാ മോനെ, ഇതൊക്കെ ഇവിടെ സ്ഥിരമുള്ളതാ, ആൻറ്റി പറഞ്ഞു. ഓക്കെ ആൻറ്റി. മനസ്സിൽ കുറച്ചധികം കഴിക്കാൻ തോന്നിയെങ്കിലും രണ്ടെണ്ണത്തിൽ നിർത്തി. എന്തോ ഒരു മടി പോലെ. ഒത്തിരി നിർബന്ധിച്ചിട്ടും ഞാൻ കഴിച്ചില്ല. മനു നല്ല തട്ടുന്നുണ്ട്. ഞാൻ കൈ കഴുകി ആൻറ്റിയോട് ഗുഡ് നൈറ്റ് പറഞ്ഞു. ഡാ, നീ ഇപ്പോഴേ പോവാണോ? TV കണ്ടിട്ട് പോവാടാ, മനു പറഞ്ഞു. യാത്രയ്ക്ക് കഴിഞ്ഞ് വന്നതല്ലേ, മോൻ പൊക്കോ, ആൻറ്റി പറഞ്ഞു. ഓക്കെ ആൻറ്റി. അവരോട് യാത്ര പറഞ്ഞ് റൂമിൽ പോയി കിടന്നു. ഫാൻ ഓണാക്കി. ചെറിയ ഒച്ചയോടെ അത് കറങ്ങാൻ തുടങ്ങി. വലിയ സ്പീഡില്ല. ഉപയോഗിക്കാതിരുന്നത് കൊണ്ടാകാം. മുകളിലത്തെ മുറിയായതുകൊണ്ട് നല്ല ചൂടുമുണ്ട്. മനസ്സിൽ എന്തൊക്കെയോ ആലോചനകൾ ഓടിയെത്തി. അച്ഛൻ്റെ കാര്യം, വീട്ടിലെ ചിലവുകൾ, പഠിത്തം, മനുവിനെയും കുടുംബത്തിനും ഒരു ബാധ്യതയാണോ? അങ്ങനെ പലതും മനസ്സിനെ വല്ലാതെ അകറ്റി. ഒടുവിൽ ഉറങ്ങിപ്പോയി ഞാൻ. എപ്പോഴോ ഉറക്കം പോയി എഴുന്നേറ്റപ്പോൾ ഫാനിൻ്റെ ഒച്ചകളെക്കാളും ഉച്ചത്തിൽ കൂർക്കം വലിക്കുന്നത് കേൾക്കാം. ഞാനൊന്ന് ഇറങ്ങി നോക്കി. മനു, ഇതെന്ത് കൂർക്കം വലിയ? ഞാൻ ഓർത്തു. കുടിക്കാൻ വെച്ചിരിക്കുന്ന കുപ്പിയിലെ വെള്ളം കുടിച്ചു തീർത്തു ഒറ്റ വലിക്ക്. ഇനിയും ദാഹിച്ചാലോ? ഉള്ളിലെ ആശങ്ക. താഴേക്ക് പോയി അടുക്കള ഭാഗത്ത് ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുത്ത് തിരികെ വരുമ്പോൾ ഒരു മുറിയിൽ വെളിച്ചമുണ്ട്. കതകിൻ്റെ അടിയിൽ വെളിച്ചം കാണുന്നുണ്ട്. ആൻറ്റി ഇനിയും ഉറങ്ങിയിട്ടില്ലേ? അങ്ങോട്ട് പോണോ? വേണ്ട, മോശമാണ്. മനസ്സിൽ കല്ലുകടി കയറി വന്ന് തിരികെ പോയി ഞാൻ കിടന്നുറങ്ങി. രാവിലെ തുണി അലക്കുന്ന ഒച്ചയും പട്ടിയുടെ നിർത്താതെയുള്ള കുരയും കേട്ട് ഞാൻ ഉറക്കം എഴുന്നേറ്റു. ജനാല വഴി നോക്കിയപ്പോൾ ലേഖ ആൻറ്റി തുണി അലക്കുന്നു. അപ്പുറത്തായി ഒരു പട്ടിക്കൂട്. ഞാൻ താഴേക്ക് പോയി. ആൻറ്റി എന്നെ കണ്ടതും മുടിക്കൊത്തഴിച്ച് നൈറ്റി ഒന്ന് നേരെ ഇട്ടു. ഒരു അന്യനെ കണ്ട പോലെ. ശരിയാ, ഞാനിപ്പോഴും പുറത്തുനിന്നുള്ള ആളാണ്. മോൻ എഴുന്നേറ്റോ? ചായ എടുക്കട്ടെ? ആൻറ്റി ചോദിച്ചു. വേണ്ട ആൻറ്റി, ഈ പട്ടി എന്താ ഇങ്ങനെ കുരക്കുന്നേ? ഞാൻ ചോദിച്ചു. മനുവിന് അലർജി ഉണ്ട് മോനെ, ഇതിനെ ആരും അങ്ങനെ പുറത്തിറക്കാറില്ല. പാവം, ഞാനൊന്ന് നോക്കട്ടെ? മോനെ, ആളത്തിൽ പെശക, സൂക്ഷിക്കണേ. ഞാൻ നോക്കട്ടെ. അവനാണെങ്കിൽ അമ്പിലും വില്ലിലും അടുക്കുന്നില്ല. ഞാൻ കയ്യും കാലൊക്കെ കാണിച്ചു. ഓരോ അടവിറക്കി. നോ രക്ഷ. കൂടുതൽ വെറുപ്പിക്കണ്ട, അവൻ തക്കം കിട്ടിയാൽ എനിക്ക് പണി തരും എന്ന് തോന്നി ഞാൻ തിരിഞ്ഞു നടന്നു. ഇതെന്താ ആൻറ്റി, അവൻ്റെ ഡ്രസ്സൊക്കെ അലക്കുന്നേ? മനു അവൻ്റെ തുണികൾ അലക്കാറില്ലേ? ഞാൻ ചോദിച്ചു. അവൻ്റെ ഒരു മടിയനാ മോനെ, എന്ത് ചെയ്യാനാ? ഉറക്കം എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു നേരമാവും. നാളെ ക്ലാസ് തുടങ്ങല്ലേ, ഉറങ്ങട്ടെ, ഇന്നും കൂടിയല്ലേ, ആൻറ്റി പറഞ്ഞു. ഞാനൊന്ന് അപ്പുറത്തോട്ടേക്കൊന്ന് പോയി നോക്കട്ടെ. പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ കുറച്ച് വ്യായാമം ചെയ്യണമായിരുന്നു. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ കുറച്ച് ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യാറുണ്ട്, ഞാൻ പറഞ്ഞു. അത് നല്ലതാ മോനെ. ഇവിടെ ഓരോന്നത്തിന് എന്നും അസുഖങ്ങളാ. ഇതൊക്കെ ചെയ്താൽ തന്നെ പകുതി അസുഖങ്ങൾ പോകും, ആൻറ്റി പറഞ്ഞു. ഓക്കെ ആൻറ്റി, ഞാൻ അപ്പുറത്തെങ്ങാനും പോയി ചെയ്യാം. ശരി മോനെ. ഞാൻ അപ്പുറത്തേക്ക് മാറി കുറച്ച് കസരത്തൊക്കെ കാണിച്ചു തുടങ്ങി. ആൻറ്റി മനസ്സിൽ ചിന്തിച്ചു. മഹിമോൻ നല്ല ചെറുചൂർക്കോടെ നിൽക്കുന്നു. എൻ്റെ സന്തതിക്ക് വെള്ളം തിന്നാൻ കൊടുത്താൽ തിന്നും, ഫോണും കുത്തി ഉറങ്ങും. ഇനി എന്നാണെന്നാവോ ഇവൻ നല്ല ബുദ്ധി തോന്നുന്നത്. തുണി അലക്കി കഴിഞ്ഞു. ഇനി ചെക്കന് വല്ലതും കഴിക്കാൻ കൊടുക്കാം. അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് വീടിൻ്റെ അപ്പുറത്തേക്ക് മഹിയെ തിരിഞ്ഞുകൊണ്ട് ലേഖ പോകുന്നു. മോനെ മഹി, മതിയടാ, വാ കഴിക്കാം,
പോയി ബ്രഷൊക്കെ ചെയ്തിട്ട് വാ, ആൻറ്റി പറഞ്ഞു. ആ ആൻറ്റി. മഹിയെ കണ്ടതും ലേഖ മനസ്സിൽ പറഞ്ഞു, ഇവനാള് കൊള്ളാലോ, നല്ല ബോഡിയൊക്കെ ഉണ്ട്, ഈ ചെറുപ്രായത്തിൽ തന്നെ നല്ല വരഞ്ഞു വെച്ചതുപോലെ. മോനെ, നീ അവനെയും കൂടി ഉണർത്തട്ടോ, ആൻറ്റി പറഞ്ഞു. ആ ഓക്കെ ആൻറ്റി. അതും പറഞ്ഞ് മഹി നേരെ മനുവിനെ ഉണർത്താനായി റൂമിലേക്ക് പോയി. ഡാ മനുപ്പോങ്ങ, എഴുന്നേക്കടാ, ഞാൻ പറഞ്ഞു. അവനെ വിളിച്ചുണർത്തി ഞാൻ താഴേക്ക് പോയി ബ്രഷൊക്കെ ചെയ്ത് കഴിക്കാനായിരുന്നു. അടുക്കളയിൽ ആൻറ്റി എന്തൊക്കെയോ ഫുഡ് പാത്രങ്ങളിലെടുത്ത് വെക്കുന്നുണ്ട്. ആൻറ്റി ഒരു വൈറ്റ് കളർ മാക്സിയാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ കാലിൽ നോക്കി, സ്വർണ്ണ കൊലുസ് കാണാം. കാലൊക്കെ നല്ല വൃത്തിയുണ്ട്, നല്ലോണം മുടിയുണ്ട്. അത് മുതുകത്ത് കെട്ടി വെച്ചിരിക്കുന്നു. അഴിച്ചിട്ടാൽ അത് മുട്ട് വരെ ഉണ്ടാവും. നല്ല സ്ത്രീത്വമുള്ള മുഖമാ ആൻറ്റിക്ക്. അതന്ന് പ്രോഗ്രസ് മീറ്റിങ്ങിന് വന്നപ്പോഴേ തോന്നിയതാ, നല്ല അടക്കവും ഒതുക്കവുമുള്ള സ്വഭാവത്തിലുള്ള ഒരാളാണെന്ന്. ആൻറ്റി അന്ന് വന്നപ്പോൾ ഒരു ക്രീം കളർ സാരിയാണ് ഇട്ടിരുന്നത്. ആൻറ്റിയുടെ അതേ കളർ പോലെ നല്ല രീതിക്ക് സാരിയൊക്കെ കൊടുത്ത് ഒരുങ്ങിയായിരുന്നു അന്ന് വന്നത്. ആൻറ്റി പാത്രങ്ങളുമായി എൻ്റെ നേർക്ക് ചിരിച്ചുകൊണ്ട് വന്നു. എന്താ നല്ല ചിരി, അധികം വട്ടവുമല്ല നീളത്തിലുമല്ല, അങ്ങനത്തെ ഒരു മുഖം. കണ്ണൊക്കെ എഴുതും എന്ന് തോന്നുന്നുണ്ട്, ബട്ട് അത്രയ്ക്ക് കട്ടയായിട്ടൊന്നും കാണുന്നില്ല. ആൻറ്റിക്ക് ഒരു 35-36 വയസ്സ് കാണും. പെട്ടെന്നാണ് പുറകിൽ നിന്നൊരു അടി വീണത്. ഡാ, നീ സ്വപ്നം കാണുവാണോ, മനു ചോദിച്ചു. ഇല്ലടാ, ഞാൻ ഓരോന്ന് ആലോചിച്ച്. കഴിക്ക്. ഡാ മോനെ, പുട്ടും കടലയുമുണ്ട്, പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയും ചൂടാക്കിയതുമുണ്ട്, ഇഷ്ടമുള്ളത് കഴിച്ചോട്ടോ, ആൻറ്റി പറഞ്ഞു. ഞാൻ കടലെടുത്ത് കഴിക്കാൻ തുടങ്ങി. ഓഹ്, വലിയ പോസ് കാണിക്കാണ്ട് ചിക്കൻ എടുത്ത് കഴിക്കടാ, മനു പറഞ്ഞു. കണ്ണാടിയിലൂടെ കണ്ണും തള്ളി ഒരു പറച്ചില്. ആൻറ്റി ചിരിച്ചു. ഞാൻ ആദ്യമൊന്ന് മടിച്ചു, എന്നിട്ട് കഴിച്ചു. അങ്ങനെ ഫുഡടിയും തമാശയും വിശേഷങ്ങളൊക്കെയായി അന്നങ്ങോട്ട് പോയി. ക്ലാസ് തുടങ്ങി. ഓരോ ദിവസങ്ങൾ സ്പീഡിലങ്ങ് പോകാൻ തുടങ്ങി. ബൈക്കിലാണ് ഞങ്ങൾ പോകുന്നത്. കോളേജ് കഴിഞ്ഞ് വന്നാൽ പിന്നെ ഫുൾ പഠിത്തം. വീട്ടുകാരാലോചിക്കുമ്പോൾ ഉഴപ്പൊക്കെ തനിയെ മാറാൻ തുടങ്ങി. ആദ്യത്തെ ഒരാഴ്ചത്തെ ഉത്സാഹം മനു വിട്ടു. പഠിത്തം ഒരു വഴിക്കാക്കി അവൻ. പബ്ജി കളിച്ച് കിടന്നുറങ്ങും. ഞാൻ മിക്കവാറും 11:30 വരെ പഠിക്കും. അങ്ങനെ ഒരു ഡേ വെള്ളമെടുക്കാൻ താഴേക്ക് പോയപ്പോൾ ആൻറ്റിയുടെ മുറിയിൽ വെളിച്ചം കാണാം. ഇത്ര നേരമായിട്ടും ആൻറ്റി ഉറങ്ങിയിട്ടില്ലേ, ഞാൻ ഓർത്തു. മനസ്സിൽ എന്തൊക്കെയോ കയറി വന്നു. ഷേ, അവരെൻ്റെ അമ്മയെ പോലെയാണ്, ഒരു പാവം സ്ത്രീ. തിരികെ പോകാൻ സ്റ്റെപ്പ് കയറിയപ്പോൾ ആൻറ്റി ഡോറ് തുറന്ന് പുറത്തേക്ക് വരുന്ന ഒച്ച കേട്ടു. എന്താ മോനെ, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല ആൻറ്റി, വെള്ളമെടുക്കാൻ വന്നതാ. അവൻ ഉറങ്ങിയല്ലേ, കൂർക്കമ്പലി ഇവിടെ വരെ കേൾക്കാം, ആൻറ്റി ചോദിച്ചു. ആ, അവൻ പഠിച്ചു, എന്നിട്ടാ ഉറങ്ങി. ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു വെച്ചു. ഇല്ലെങ്കിൽ ഇനി എന്നെക്കുറിച്ച് അവർ എന്ത് വിചാരിക്കും? ഞാൻ അവൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നല്ലേ അവർ കരുതോളൂ. ആ, മോൻ പൊക്കോ, ഉറങ്ങിക്കോ, നാളെ ക്ലാസ് ഉള്ളതല്ലേ. ആ ശരി ആൻറ്റി, ഗുഡ് നൈറ്റ്. സ്റ്റെപ്പ് കയറി പകുതിയായി. തിരിഞ്ഞു നോക്കിയപ്പോൾ ആൻറ്റി ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുക്കുന്നു. ഒരു റെഡ് കളർ മാക്സിയാണ് വേഷം. മുടിയൊക്കെ അഴിച്ചിട്ടിരിക്കുന്നു. സ്വർണ്ണ കൊലുസും കാണാം. താഴെ നിന്നും വെള്ളമെടുത്തപ്പോൾ ആ പിന്നഴക് ഞാനൊന്ന് നോക്കി നിന്ന് പോയി. പെട്ടെന്ന് ആൻറ്റി തിരിയുന്ന പോലെ ഒന്ന് നോക്കി. ഞാനപ്പോൾ ഒറ്റ ഓട്ടം ഓടി എൻ്റെ റൂമിലേക്ക്. ലേഖ വെള്ളമെടുത്തിട്ട് കുടിക്കാൻ നേരം മഹിമോൻ പോയില്ലേ എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കി. എന്നിട്ട് ഓരോന്ന് ആലോചിക്കാൻ തുടങ്ങി. മനുവിൻ്റെ അച്ഛൻ ടൈം കിട്ടുമ്പോഴാ വിളിക്കുന്നേ. ചോദിച്ചാലോ, അതിവിടുത്തെ ടൈമും അവിടുത്തെ ടൈമും തമ്മിൽ നല്ല വ്യത്യാസമല്ലേ? ഞാനിവിടെ എത്തുമ്പോൾ നിങ്ങളുടെ ഉറക്കമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറും. ആ, പോയിട്ടിപ്പോൾ 1.5 കൊല്ലമായിരുന്നു. ഇവിടെ ഒരുത്തി എരിഞ്ഞു തീർന്നത് അയാൾക്ക് ബോധമുണ്ടോ ആവോ? ലേഖ തൻ്റെ സങ്കടങ്ങൾ മനസ്സിലാലോചിച്ച് മുറിയിലേക്ക് പോയി. അതേസമയം മഹിയുടെ മനസ്സിൽ ഒരു കുറ്റബോധം. എന്താ എനിക്ക് പറ്റിയത്? ദൈവത്തെ പോലെ കാണേണ്ട സ്ത്രീയെ മറ്റൊരു കണ്ണിൽ ഒരു നിമിഷം കണ്ടുപോയി. ഷോ, ദൈവങ്ങളെ എന്നോട് പൊറുക്കണേ. അപ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തിയത് പട്ടം പറപ്പിക്കുന്ന കാര്യമാണ്. കുറേയേറെയായി അത് ചെയ്തിട്ട്. ഇനി അതാവും പെട്ടെന്നൊരു സ്ത്രീയെ കണ്ടപ്പോൾ അങ്ങനെയൊക്കെ കൈവിട്ടു പോയത്. അങ്ങനെ ഫോണെടുത്ത് ഏതെങ്കിലും വീഡിയോസ് കണ്ട് ഒന്ന് നോക്കിയാലോ എന്ന് കരുതി. വേണ്ട,
ഒന്നെന്ന് പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല. വീണ്ടും കാണും, പിന്നെ അത് സ്ഥിരമാകും. എങ്കിൽ ആരെങ്കിലും ആലോചിച്ച് ഒന്ന് നോക്കിയാലോ? ആ തീരുമാനം ശരിവെച്ചുകൊണ്ട് ഞാൻ പതിയെ ഒന്ന് തുടങ്ങി. പക്ഷെ ആരെ ആലോചിച്ചിട്ടും ഒരു തൃപ്തി കിട്ടുന്നില്ല. മനസ്സിൽ കയറി വരുന്നത് ചുവന്ന മാക്സി ഇട്ട് നിൽക്കുന്ന ലേഖാൻ്റെയാണ്. പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഞാൻ മനസ്സിനെ തൃപ്തിപ്പെടുത്തി. ലേഖാൻ്റെ ആലോചിച്ചുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും തുടങ്ങി. കാലങ്ങൾക്ക് ശേഷം എനിക്ക് നല്ലൊരു ആശ്വാസം കിട്ടി. പതിയെ ആൾ ഉറങ്ങാൻ തുടങ്ങി. അതേ സ്പീഡിൽ എനിക്ക് കുറ്റബോധവും വന്നു. അഭയം തന്നവർക്ക് പണി കൊടുക്കുകയാണോ എന്നൊരു തോന്നൽ. സകല ദൈവങ്ങളെയും വിളിച്ച് ക്ഷമ ചോദിച്ച് എങ്ങനെയോ ഉറങ്ങിപ്പോയി. രാവിലെ ആൻറ്റിയുടെ മുഖത്ത് നോക്കാൻ പറ്റിയില്ല എന്നല്ല, നോക്കിയില്ല എന്ന് വേണം പറയാൻ. മനസ്സിലൊരു പേടി, നോക്കിയാൽ അത് വേറെ ചിന്തയിലേക്ക് പോകുമോ എന്ന്. അങ്ങനെ 1-2 ഡേയ്സ് കഴിഞ്ഞു. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. ആൻറ്റി എന്നോട് ചോദിച്ചു, മോനെ എന്തു പറ്റി നിനക്ക്? 2 ഡേയ്സായിട്ട് ഒരു വല്ലായ്മ. ഏയ് ഒന്നുമില്ല ആൻറ്റി. ആ അവൻ വീട്ടുകാരെ ആലോചിച്ച് കാണും, മനു പറഞ്ഞു. ആണോ മോനെ? അയ്യോ ഞങ്ങളൊക്കെ ഇല്ലേടാ നിനക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആൻറ്റി എൻ്റെ കൈ ആൻറ്റിയുടെ കയ്യിൽ വെച്ചു. എനിക്ക് ഉള്ളിലൊരു ആന്തലാണ് ആദ്യം തോന്നിയത്. ആദ്യമായി ആൻറ്റി എന്നെ തൊടുന്നു. ഒരമ്മയുടെ സ്നേഹമാണ്. പക്ഷേ എനിക്കപ്പോൾ അങ്ങനെയല്ല തോന്നിയത്. വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ സോഫയിൽ തന്നെ TV നോക്കിയിരുന്നു. ഞാനും ആൻറ്റിയും ഇരുന്ന് അടുത്ത സോഫയിൽ മനുവും. അന്നത്തെ നൈറ്റ് ഫുഡൊക്കെ കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് ഉറക്കം വന്നില്ല. നല്ല ചൂട്, പട്ടിയും കുറുക്കുന്നുണ്ട്. അതിനേക്കാളും ശല്യം മനുവിൻ്റെ കൂർക്കം പോലെ. അപ്പുറത്തെ മുറിയിലാണെങ്കിലും എന്തൊച്ചയാണ്. ആ ഇതവര് ഈ അടുത്ത് പണിത വീടല്ലേ, അതാവും ഒച്ചയൊക്കെ ഇത്ര ഉച്ചത്തിൽ കേൾക്കുന്നേ. ഞാൻ താഴേക്ക് പോയി. ആൻറ്റിയുടെ മുറിയിൽ ഇന്നും ലൈറ്റുണ്ട്. മനസ്സിൽ ആരോ പറയുന്ന പോലെ. പോടാ പോയി നോക്ക്. ഞാൻ ഡോറിന് അരികത്തേക്ക് പോയി ചെവി ചേർത്ത് നോക്കി. മനുഷ്യ, നിങ്ങളോട് നേരത്തെ വിളിക്കാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ഇതിപ്പോൾ സമയം എത്രയായെന്ന് വല്ല ബോധമുണ്ടോ? ഇങ്ങനൊരാൾ ഇവിടെ ഉള്ളത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ആ നിങ്ങൾ ചിരിക്കണ്ട. ഒരു കണ്ണടയും വെച്ച് തന്തയും മോനും കണക്കാ. 10 മണിയാവും മുമ്പ് ഉറക്കം വരും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ആ ഫോൺ വെച്ചോ. ആൻറ്റിയോട് സംസാരത്തിൽ നിന്നും അവിടെ നിൽക്കുന്നത് പന്തിയല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ഞാൻ സോഫയിൽ വന്നിരുന്ന് TV ഓണാക്കി. ആൻറ്റി ഡോർ തുറക്കുന്ന ഒച്ച കേട്ട് ഞാനൊന്ന് നെട്ടി. എൻ്റെ ചങ്ക് ഇടിയോടിടി. മഹി, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ആൻറ്റി എന്നോട് ചോദിച്ചു. ഇല്ല ആൻറ്റി, മുകളിൽ നല്ല ചൂട്, പിന്നെ പട്ടി. ഞാനങ്ങ് നിർത്തി. അല്ലെങ്കിലും ഫാൻ, പിന്നെ മനുവിൻ്റെ കൂർക്കം. അതൊന്നും പറയാൻ പാടില്ല. ഞാൻ അവരുടെ കാരണത്തിൽ നിന്ന് പോകുവാണ് ഇവിടെ. ആ ചെക്കൻ എങ്ങനെയാണെന്നാവോ അവിടെ കിടന്നുറങ്ങുന്നേ. അല്ലെങ്കിലും തന്തയെപ്പോലെ തന്നെയാ മോനും. അതെന്താ ആൻറ്റി? ഏയ് ഒന്നുമില്ല, ഞാനൊരു ഒരിക്കൽ പറഞ്ഞതേ ഉള്ളൂ. ആൻറ്റി ഒരു വട്ടം നെടുവേർപ്പെട്ടു. പിന്നെ അടുക്കളയിലേക്ക് പോയി. ആൻറ്റി വന്നതിൽ പിന്നെ നല്ല മണമുണ്ട്. ഹോള് മൊത്തം ബോഡി ലോഷനാണെന്ന് തോന്നുന്നു. മത്ത് പിടിപ്പിക്കുന്ന മണം. ആൻറ്റി തിരികെ വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്താ മഹി, നീ ഉറങ്ങുന്നില്ലേ? ഇല്ല ആൻറ്റി, ഞാൻ ഏതെങ്കിലും പടം കാണട്ടെ, ഉറക്കം വരുന്നില്ല. ആ എന്നാ ഞാൻ കിടക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്ക്. തട്ടി വിളിച്ചാൽ എഴുന്നേക്കില്ല. ഫോണിൽ വിളിച്ചോട്ടോ, ആൻറ്റി പറഞ്ഞു. ഞാൻ തലയാട്ടി. ആൻറ്റി ഡോറടച്ച് അകത്തേക്ക് പോയി. ഞാൻ ഓരോ ചാനൽ മാറ്റി നോക്കിയിരുന്നു. ഉള്ളിൽ എങ്ങനെയോ വന്ന ധൈര്യത്തിൽ ഞാൻ വീണ്ടും ആ ഡോറിൻ്റെ അടുക്കൽ പോയി. കീഹോൾ വഴി അകത്തേക്ക് നോക്കി. കട്ടിൽ കാണാം. ആൻറ്റിയെ മുഴുവനായി കാണാൻ പറ്റുന്നില്ല. താഴേക്ക് കാണുന്നുണ്ട്. ആൻറ്റിയുടെ കാലിൽ പറ്റി പിടിച്ചു കിടക്കുന്ന ആ കൊലുസുകളും കാണുന്നുണ്ട്. എൻ്റെ മനസ്സിൽ അതല്ല. ലൈറ്റ് ഓഫ് ചെയ്യാതെയാണോ ആൻറ്റി കിടക്കാറ്? ഒന്നുകൂടെ നോക്കിയപ്പോൾ ആൻറ്റി കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് ഡോറിൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. ഞാൻ ഓടി സോഫയിലിരുന്നു. ചാനൽ മാറ്റി ഏതോ ഒരു പടം വെച്ചു. ആൻറ്റി ഡോർ തുറന്ന് വീണ്ടും വന്നു. എന്തു പറ്റി ആൻറ്റി? ഞാൻ ചോദിച്ചു. ഉറക്കം വരുന്നില്ലടാ. ആട്ടെ, ഏതാ പടം? ഏതാന്നറിയില്ല. ഹരിശ്രീ അശോകൻ്റെ പടമാ. ഇന്നസെൻ്റും ഉണ്ടെന്ന് തോന്നുന്നു. ആ കോമഡി മൂവി ആവും, ഞാനുമുണ്ട്. ആൻറ്റി അതും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുക്കൽ വന്നിരുന്നു. ഇന്നസെൻ്റ് ഒരു വീട്ടിലോട്ട് കയറി വരുന്നു. അപ്പോഴേക്കും
ഒരു നടി ഇറങ്ങി വരുന്നു. നടിയുടെ വേഷം എനിക്കത്ര പന്തയായിട്ട് തോന്നില്ല. ഞാൻ പെട്ടെന്ന് റിമോട്ട് എടുത്ത് പടത്തിൻ്റെ ഡീറ്റെയിൽസ് നോക്കി. പടത്തിൻ്റെ പേര് സാവിത്രിയുടെ അരഞ്ഞാണം. എൻ്റെ പൊന്നോ, ആൻറ്റി അത് കണ്ടു. ഞാൻ ചാനൽ മാറ്റി. ആകെ ചമ്മി വെന്തുരുകിപ്പോയി. എനിക്കറിയില്ലായിരുന്നു ആൻറ്റി ഇങ്ങനത്തെ പടമാണെന്ന്. ഞാൻ പറഞ്ഞു, ഏയ് സാരില്ല മഹി, ഞാൻ പോട്ടെ, രാവിലെ എഴുന്നേക്കണം, ഫുഡെല്ലാം വെക്കാനുള്ളതാ. ഞാൻ വീണ്ടും ഏതൊക്കെയോ ചാനൽ മാറ്റിക്കൊണ്ടിരുന്നു. ലേഖയുടെ മനസ്സിൽ പാവൻ ചെക്കൻ പേടിച്ചെന്ന് തോന്നുന്നു. അറിയാണ്ട് വെച്ചതാവും. അവൻ്റെ പേടി ഞാൻ എന്ത് കരുതുമെന്നാവും. മഹി പോയിക്കൊടുന്നുറങ്ങി, ഞാനും പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലേഖ TV ഓഫാക്കി മുറിയിലേക്ക് നടന്നു. അപ്പോൾ കഥ എങ്ങനെയുണ്ടായി? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ വീടൊന്ന് ലൈക്ക് ചെയ്യണേ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടൻ തന്നെ ഇടുന്നതായിരിക്കും, അതായത് നാളെ തന്നെ. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വേർഷനും ഉണ്ടാകും കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.